ശ്രീ എൻ ശ്രീകുമാർ, കോൺഗ്രസും നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് മുൻപും ഇപ്പോഴും. CPM പലയിടത്തും 0 വോട്ട്, 1 വോട്ട്, 100-ൽ താഴെ വോട്ടുകളൊക്കെ നേടിയപ്പോൾ അവിടെ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ജയിക്കുന്നത് നമ്മൾ കണ്ടു ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ടാണ് CPMന്റെ വ്യതിചലനം കൂടുതൽ പ്രാധാന്യത്തോടെ ചർച്ചയാകുന്നത്. ഈ പോക്ക് അപകടകരമായ വർഗീയ ധ്രുവീകരണ നയമോ CPMൽ ഉണ്ടാക്കുന്നത്? നോക്കൂ കൃഷ്ണരാജെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. കാരണം കേരളത്തില് UDFിനുണ്ടായ വിജയം, ആ UDFിന്റെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഘടകകക്ഷികൾ അവർക്കുണ്ടായ വിജയം തന്നെയാണ്, യാതൊരു സംശയമില്ല. പിന്നെ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള സംഘടന LDFിനെ മുൻപ് പിന്താങ്ങിയിട്ടുണ്ട്, UDFിനെ മുൻപ് പിന്താങ്ങിയിട്ടുണ്ട്. അവരുടെ വെൽഫെയർ പാർട്ടി UDFിനെയും LDFിനെയും മാറി മാറി പിന്താങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ UDFിനെ പിന്താങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് CPM പണ്ട് വാങ്ങിച്ചതാണ്, പലവട്ടം വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവരുടെ ഒരു ആയുധമാണ് നുണ എന്ന് പറയുന്നത്. പച്ചയായിട്ട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഞങ്ങൾ കൂട്ടുകൂടിയിട്ടില്ല. അപ്പൊ അവിടെ പാർട്ടി മുഖപത്രത്തിന്റെ എഡിറ്റോറിയൽ അവിടെ കിടക്കുകയാണ്. ആ പത്രം ഇപ്പോഴും ഉണ്ട്. അത് മാത്രമല്ല, പിണറായി വിജയന്റെ പത്രസമ്മേളനങ്ങൾ ഇപ്പൊ കൃഷ്ണരാജന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ, എത്ര എണ്ണം. പക്ഷെ അവർക്ക് പറയാണ് ഞങ്ങൾക്കില്ല, അത് ജനം വിശ്വസിച്ചോണം. അതിനുള്ള തിരിച്ചടിയാണ് ജനം കൊടുത്തത്. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ശബരിമല ശാസ്താവിനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെ ഉപയോഗിച്ചത്? എങ്ങനെയാ? പാർട്ടികളിലല്ലോ ഉപയോഗിച്ചത്, അത് വാർത്തകളായിരുന്നു. ശാസ്താവിന്റെ സ്വർണം കൊള്ളയടിക്കപ്പെട്ടു, അത് കോടതി കേസ് നടക്കുക, അത് തെരഞ്ഞെടുപ്പ് വിഷയമാവില്ലേ? അത് തെരഞ്ഞെടുപ്പിന്റെ പൊതു ചർച്ചയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നു, അത് പൊതു ചർച്ചയാക്കിയില്ലേ CPM? ജനങ്ങൾ തള്ളിക്കളഞ്ഞു, അത് വ്യക്തിപരമായ കാര്യമാണെന്നുള്ള രീതിയിൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ശബരിമല ശാസ്താവിന്റെ സ്വർണം കെട്ട കാര്യം ജനങ്ങൾ അത് അവരുടെ മനസ്സിലുണ്ട്. അത് ജനങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ അത് വർഗീയമായി എങ്ങനെയാ പറയാൻ പറ്റുക? അത് വർഗീയതയല്ല. വർഗീയത എന്ന് പറഞ്ഞാൽ CPM എടുക്കുന്ന നിലപാടുകളെ, അതായത് അവര് ഒരു കാലത്ത് നിലമ്പൂർ ഇലക്ഷൻ വന്നപ്പോഴേ, ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴേ ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞേ? ഞങ്ങൾ RSSുമായിട്ട് പണ്ട് കൂട്ടിക്കൂടിയിട്ടുണ്ട്. അത് എന്തിനാ പറഞ്ഞെന്ന് നിലമ്പൂര് എന്തിനാ പറഞ്ഞേ? നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. എന്തിനാ നിലമ്പൂര് RSS ആയിട്ട് കൂട്ടുകൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞ എന്തിനാണ്? കാരണം അവിടെ BJP ആദ്യ സ്ഥാനാർത്ഥിയെ നിർത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവിടെ എന്തെങ്കിലും ഹിന്ദു വോട്ടുകൾ കിട്ടുന്നെങ്കിൽ, BJP വോട്ടുകൾ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, ഞങ്ങൾ തൊട്ടുകൂടാത്തവരല്ല എന്ന് തോന്നിപ്പിക്കാനല്ലേ അവിടെ തോറ്റുപോയി. അതിനുശേഷം അവരെടുത്ത ഓരോ ഭാഗത്തെ നിലപാട്, ന്യൂനപക്ഷത്തിന്റെ കാര്യം വരുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ക്രിസ്ത്യൻ വോട്ടിന് വേണ്ടി, ചില സന്ദർഭത്തിൽ ഈഴവ വോട്ടിന് വേണ്ടി, ചില സന്ദർഭത്തിൽ നായർ വോട്ടിന് വേണ്ടി. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അയ്യപ്പ സംഗമം നടത്തിയില്ലേ കൃഷ്ണരാജെ? എന്തിനാ അയ്യപ്പ സംഗമം നടത്തിയേ? അന്ന് ഈ ചർച്ചയിൽ ജനത്തിൽ ഉൾപ്പെടെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് CPMന്റെ അന്ത്യം കുറിക്കുന്ന സംഗമമായിരിക്കും അയ്യപ്പന്റെ പേരിൽ നടത്തുന്ന സംഗമം. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ സന്നിധാനമായ ശബരിമലയുടെ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. അതിനാണെങ്കിൽ പമ്പയിൽ സംഗമം നടത്തേണ്ട കാര്യമില്ലല്ലോ. അതിന് എറണാകുളത്ത് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചാൽ പോലെ, MLA-മാരുടെയും ജനപ്രതിനിധികളുടെ മീറ്റിംഗ് വിളിച്ചാൽ പോലെ. ഇത് പമ്പയിൽ തന്നെ സംഗമം കൊണ്ടുവച്ചു, അവിടെ അയ്യപ്പന്റെ വിഗ്രഹം കൊണ്ടുവെക്കുന്നു, വിളക്ക് കൊളുത്തുന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ട് 18 പേരെ തിരഞ്ഞെടുക്കുന്നു. ഇതിനെന്ത് സംഭവിച്ചു? പിന്നെ കണ്ടത് CPMക്കാർ ജയിലിൽ കിടക്കുന്നതാ അയ്യപ്പന്റെ സ്വർണം കാണാതായ കേസില്. അപ്പൊ അവിടെ ജനങ്ങൾക്ക് വിശ്വാസം വന്നോ? ഇല്ല. ശബരിമല ദേവസ്വം ഭരിച്ച CPMന്റെ ബോർഡ് 8ാം പ്രതിസ്ഥാനത്ത് വന്നു. മുൻ ദേവസ്വം പ്രസിഡന്റ് ജയിലിലായി, CPM നേതാവായ മുൻ ദേവസ്വം പ്രസിഡന്റ് ജയിലിലായി, ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ജയിലിലായി. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ CPMക്കാരല്ലെന്ന് പറയാനായിട്ട് ഒരുപാട് പാർട്ടി ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ദേവസ്വത്തിന്റെ പ്രസിഡന്റായിരുന്ന വാസു അറസ്റ്റിലായപ്പോ കമ്മീഷണർ അറസ്റ്റിലായെന്ന് അവര് പറഞ്ഞത്. അദ്ദേഹം ദേവസ്വം പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. ഇതൊക്കെ നടന്നിട്ടും ജനങ്ങളുടെ മനസ്സിൽ അയ്യപ്പനുണ്ട്. അത് രാഷ്ട്രീയ കക്ഷികൾ, കോൺഗ്രസ് അത് ഉപയോഗിച്ചു. എവിടെയെങ്കിലും പറഞ്ഞോ അയ്യപ്പന്റെ സ്വർണ്ണം കട്ട കേസാണ് ഞങ്ങളുടെ അജണ്ട എന്ന് പറഞ്ഞോ? അതൊരു പൊതു ചർച്ചാ വിഷയമാണ്. കോൺഗ്രസ് ഉയർത്തിയത്, UDF ഉയർത്തിയത് എന്താണ്? ഗവൺമെന്റിനെ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി 9.5 വർഷം ഭരിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല. അവസാനം ഇതാ അയ്യപ്പന്റെ സ്വർണവും കളവ് പോയിരിക്കുന്നു. ഇവരെങ്ങനെ വിശ്വസിക്കും എന്ന് UDF പറഞ്ഞ ജനം വിശ്വസിച്ചു. നേരെ മറിച്ച് അപ്പുറത്ത് ഞങ്ങൾ ചേർത്ത് പിടിക്കും, ഞങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ ജനം വിശ്വസിച്ചില്ല. അപ്പൊ വിശ്വസിക്കാത്തൊരു ഘട്ടം വന്നപ്പോ എന്താണ്? പിന്നീട് ജനങ്ങളെ 2 തരത്തില് വിഭജിക്കാനായിട്ട് ശ്രമിക്കും. ഇത് ഇപ്പോഴും തുടങ്ങിയതല്ല. കുറച്ചു കാലം മുമ്പ് കേരളത്തിലെ കോൺഗ്രസിന്റെ KPCCയുടെ പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന മുസ്ലിം ലീഗാണെന്ന് പറഞ്ഞു CPM.
ഈ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്, ഈ മുസ്ലിം ലീഗ് ആയിരിക്കും UDF-ന്റെ അജണ്ട നിശ്ചയിക്കാന്ന്. നോക്കൂ, നിങ്ങൾ കൃഷ്ണരാജൊക്കെ നമ്മൾ എത്ര വർഷമായിട്ട് ഈ മാധ്യമപ്രവർത്തനം നടത്തുന്നവരാ. UDF-ന്റെ അജണ്ട നിശ്ചയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണോ? മുഖ്യമന്ത്രി പറഞ്ഞാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് UDF-ന്റെ അജണ്ട നിശ്ചയിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഘടനയൊന്നും അല്ല, അതൊരു ഒരു സംഘടനയാണ്. അത് UDF-ന്റെ അജണ്ട നിശ്ചയിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെത്രത്തോളം CPM അധപ്പതിച്ചു ഈ നാട്ടില്. കാരണം ഒരു മുന്നണി, അത് വലിയൊരു പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി അജണ്ട നിശ്ചയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാന്ന് പറയുക. ഇത് ആര് വിശ്വസിക്കും? എന്തിനാ അങ്ങനെ പറഞ്ഞത്? അപ്പൊ അവിടെ ഒരു ഹിന്ദു വോട്ട് അവർ ലക്ഷ്യമിട്ടു. കാരണം അയ്യപ്പന്റെ കാര്യം വന്നപ്പോ ഹിന്ദു വോട്ട് പോയി, അപ്പൊ തിരിച്ചു പിടിക്കാൻ. പക്ഷെ കേരളത്തിലെ ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയ ബോധമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകൾ മനസ്സിലാക്കിയിട്ടില്ല. ഇവർ 1957 എന്ന് പറഞ്ഞാൽ നടക്കുക ഇപ്പോഴും. 57 കമ്പ്യൂട്ടർ കൊണ്ടുവന്നപ്പോ അറിയാമല്ലോ, 57 ട്രാക്ടർ കൊണ്ടുവന്നപ്പോ അറിയാമല്ലോ. നമ്മുടെ അതിനുശേഷം ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോ അറിയാമല്ലോ. ഇപ്പൊ എല്ലാം അതിൽ തിരിഞ്ഞുപോയി. ഇങ്ങനെ തിരിഞ്ഞു പോയിട്ട് ഇവർക്കൊരു അജണ്ട രൂപീകരിക്കാൻ പറ്റാതായപ്പോ എന്താണ്, അന്നന്ന് കാണുന്ന വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുക. തെരഞ്ഞെടുപ്പിന്റെ ഈ വോട്ടെടുപ്പിന്റെ 2ാമത്തെ ദിവസമായ 11-ാം തീയതി കോൺഗ്രസിന്റെ നേതാക്കളെ കുറിച്ച് വളരെ മോശമായ പദപ്രയോഗം മുഖ്യമന്ത്രി നടത്തി. അത് LDF-ന്റെ ഒരുപാട് വോട്ട് കുറച്ചിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ശരി LDF-ന്റെ ഒരു നയമായിട്ട് എന്തെങ്കിലും അവരുടെ ഒരു തീരുമാനം രംഗത്ത് വന്നോ, മുന്നോട്ട് വെച്ചോ അവര്? CPM എന്താ പറഞ്ഞത്? ശബരിമല വിഷയം തിരിച്ചടിച്ചു. CPM എന്താ പറഞ്ഞത്? അങ്ങനെ ഇല്ല. പിന്നെ എന്താണ് തിരിച്ചടിച്ചത്? VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വളരെ യാഥാർത്ഥ്യ ബോധത്തോടുള്ള ഒരു കാര്യമുണ്ട്. എന്താ അറിയാമോ? തോറ്റു എന്ന് CPM-നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണത്. അത് എനിക്ക് തോന്നുന്നത് ഈ 2025-ലെ ഏറ്റവും നല്ല ഒരു വിശേഷണം അതാണ്. വിശേഷണമല്ല, ഒരു പഞ്ച് വാക്ക് അതാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് CPM-നെ ബോധ്യപ്പെടാനും CPM-നെ ബോധ്യപ്പെടുത്താനും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ലെന്ന് അവർ പറയുന്നത്. ഇപ്പോഴും CPM പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റിട്ടില്ല, ഞങ്ങൾ ജയിച്ചു. എന്നാൽ ജയിച്ചെങ്കിൽ പഞ്ചായത്ത് എത്ര ഉണ്ടോ? 7 ജില്ലാ പഞ്ചായത്തുണ്ട്, ശരി. മറ്റേ 7 ജില്ലാ പഞ്ചായത്ത് ആരുടെ കയ്യില? അത് മുമ്പ് ആരുടെ കയ്യിലായിരുന്നു? ഗ്രാമപഞ്ചായത്ത് എത്ര ഗ്രാമപഞ്ചായത്തുകളാണെന്ന് അറിയോ? കോൺഗ്രസിന്റെ കിട്ടിയത് 505. ഇപ്പോഴത്തെ 200-ലധികം പഞ്ചായത്തുകൾ UDF-നെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത്, കോർപ്പറേഷൻ, 5 കോർപ്പറേഷൻ ഉണ്ടായ കോർപ്പറേഷനിലെ തിരുവനന്തപുരം അവരായിരുന്നു, കൊല്ലം അവരായിരുന്നു, തൃശ്ശൂർ അവരായിരുന്നു, കോഴിക്കോട് അവരായിരുന്നു. 4 കോർപ്പറേഷൻ അവരുടെ കയ്യിലായിരുന്നു 6 എന്നിട്ട് ഇപ്പൊ എന്തായി? കണ്ണൂര് കോൺഗ്രസ് നിലനിർത്തി, കോഴിക്കോട് കഷ്ടിച്ച് CPM ജയിച്ചു, തൃശ്ശൂര് കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിലെത്തി, എറണാകുളം വലിയ ഭൂരിപക്ഷത്തിലെത്തി, കൊല്ലം കോൺഗ്രസ് പിടിച്ചു, തിരുവനന്തപുരം BJP കൊണ്ടുപോയി. അപ്പൊ പിന്നെ എങ്ങനെ അവർക്ക് പിന്നെ എവിടെയാ ഉള്ളത്? എന്നിട്ട് അവര് പറയാണ് ഞങ്ങളുടെ വോട്ടർ അവിടെ ഉണ്ട്, ഞങ്ങളുടെ അടിത്തറ അവിടെ ഉണ്ട്, ഞങ്ങളുടെ UDF-നെക്കാട്ടിലും മെച്ചമാണ്. കേരളത്തിലെ 80 നിയമസഭാ മണ്ഡലങ്ങളിലെ UDF-ന് മുൻതൂക്കം ഉണ്ടെന്നൊരു പത്രം എഴുതി. അതോടെ അവര് പറഞ്ഞില്ലേ പിറ്റേന്ന് തൊട്ട്, ഈ മുൻതൂക്കം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊന്നും ശാശ്വതമല്ല കൃഷ്ണരാജെ. 1991-ലെ 12 ജില്ലാ പഞ്ചായത്തുകളെ മറ്റേ LDF-ന്റെ കയ്യിലായിരുന്നു. അവിടെ അസംബ്ലിയിൽ വന്നത് AK ആന്റണിയുടെ UDF-ആ, അല്ല കരുണാകരന്റെ UDF-ആ. കഴിഞ്ഞ 2010-ല് UDF തൂത്തുവാരി കേരളം. 2011-ൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നപ്പോൾ 71 പേരുടെ പിന്തുണയേ ഉള്ളൂ. പക്ഷെ ഇത്തവണ എന്തുകൊണ്ടാണ് UDF പറയുന്നത് ഞങ്ങൾ 100 സീറ്റ് വരുന്ന? എന്തുകൊണ്ടാണ് പറയുന്നത്? 9.5 വർഷം ഭരിച്ചു അവര്. അതവര് മറക്കുക. 5 വർഷമല്ല ഭരിച്ചേ, 9.5 വർഷം ഭരിച്ചു. ഭരിച്ചിട്ട് എന്തുണ്ടായി? ഭരിച്ചിട്ട് ജനങ്ങൾക്ക് എന്തുണ്ടായി? അതിദാരിദ്ര്യം എന്നൊരു മുദ്രാവാക്യം കൊണ്ടുവന്നു. ശ്രീ ഹക്സർ ഇവിടെ ഉണ്ടല്ലോ. ഈ അതിദാരിദ്ര്യം എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നിട്ട് അതിനെ എതിർത്തത് ആരാ? CPM-ന്റെ ഒപ്പം നിൽക്കുന്ന KP കണ്ണനും അതുപോലെ ഡോക്ടർ V രാമൻകുട്ടിയും RVG മേനോനൊക്കെയാണ്. കോൺഗ്രസോ BJP-യോ അല്ല. ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് CPM-ന്റെ സഹയാത്രികരായ ഇടതുമുന്നണിയെ സഹായിച്ചിട്ടുള്ള ബുദ്ധിജീവികൾ പറഞ്ഞത്. അപ്പൊ എന്തായി? അവരെ പരിഹസിച്ചു. അവരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, അതിദാരിദ്ര്യമുക്തം എന്ന് എങ്ങനെയാണെന്നുള്ള ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കിക്കാട്ടെ. ഇന്നേ വരെ മനസ്സിലാക്കി കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് കാര്യത്തിലാണെങ്കിലും, ഇപ്പൊ വർഗീയ കാര്യത്തിലാണെങ്കിൽ പോലും അവര് കൊണ്ടുവന്നാണെങ്കിൽ അത് വർഗീയമല്ല എന്ന നിലപാടിലേക്ക് അവര് എത്തിക്കാൻ ശ്രമിച്ചു. അതൊക്കെ ജനം തിരിച്ചറിയും.